നമോ നാരായണായ. ശ്രീമന് നാരായണീയം ദശകം 4 അഷ്ടാംഗയോഗവും തത്സിദ്ധി പ്രകാരവും. രണ്ടാമത്തെ സ്കന്ധമാണ്. ആദ്യത്തെ സ്കന്ധത്തില് 3 അധ്യായം 3 ദശകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ ദശകമാണ് അഷ്ടാംഗയോഗവും അഷ്ടാംഗയോഗത്തെക്കുറിച്ചുള്ള ആ വർണ്ണനയാണ്. കഴിഞ്ഞ ദശകത്തിൽ എത്രമാത്രം ആരോഗ്യം എനിക്ക് ആവശ്യമാണോ അത്രയും തന്നാൽ മതി എന്ന് ഭഗവാനോട് കെഞ്ചി കേഴുകയായിരുന്നു മേൽപ്പത്തൂർ. എന്നാൽ ഈ ഒരു ദശകത്തിൽ അത്രയും ആരോഗ്യം എനിക്ക് തന്നാൽ ഞാൻ അഷ്ടാംഗയോഗം ആചരിച്ചുകൊണ്ട് ഭഗവാന്റെ ആ പ്രസാദം നേടിയെടുത്തുകൊള്ളാം എന്ന് പറയുകയാണ് ഈ ഒരു ദശകത്തിൽ. ഒന്നാമത്തെ ശ്ലോകം കല്യതാം മമ കുരുഷ്വതാവതിം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവത് ഉപാസനം യയാ സ്പഷ്ടം അഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിം ആപ്നുയാം. ഇതിൽ പറയുന്നത് ഭഗവാനെ അങ്ങേ ഉപാസിക്കാൻ തക്ക ആരോഗ്യവും കരുത്തും എനിക്ക് ഉണ്ടാക്കി തന്നാലും അങ്ങനെ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ അഷ്ടാംഗയോഗം ആചരിച്ചുകൊണ്ട് അങ്ങേ ഉപാസിച്ചു കൊള്ളാം, എന്നിട്ട് അങ്ങയുടെ ആ പ്രീതി സമ്പാദിച്ചെടുത്തുകൊള്ളാം എന്ന് പറയുകയാണ് ഇതിൽ. യയാ ഭവത് ഉപാസനം കല്യതേ, ഭഗവാന്റെ ഉപാസനയ്ക്ക് എത്രമാത്രം ആരോഗ്യമുണ്ടായാൽ സാധിക്കുമോ താവതിം കല്യതാം കുരുഷ്വ, അത്രയും മാത്രം ആരോഗ്യം എനിക്ക് തന്നാലും. അങ്ങനെ സംഭവിച്ചാൽ പുഷ്ടയാ അഷ്ടവിധ യോഗചര്യയാ, സമ്പൂർണമായിട്ടുള്ള ആ അഷ്ടയോഗത്തിന്റെ അനുഷ്ഠാനം കൊണ്ട് ആശു തവ തുഷ്ടിം ആപ്നുയാം, അങ്ങയുടെ ആ അനുഗ്രഹത്തെ ഞാൻ പ്രാപിച്ചു കൊള്ളാം. സ്പഷ്ടം ആപ്നുയാം, ഞാൻ തീർച്ചയായിട്ടും അത് ഞാൻ നേടിയെടുത്തു കൊള്ളാം എന്ന് പറയുകയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ. കല്യതാം മമ കുരുഷ്വതാവതിം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ശ്ലോകം 2. ബ്രഹ്മചര്യ ദൃഢദാദിഭിര്യമയ്യാപ്ലവാദിനിയമൈശ്ച പാവിത കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പര. ബ്രഹ്മചര്യ ദൃഢദാദിഭിഃ യമൈഃ ആപ്ലവാദി നിയമൈഃ ച പാവിത കുർമഹേ ദൃഢം അമി സുഖാസനം പങ്കജാദ്യം അപി വാ ഭവത്പര. ബ്രഹ്മചര്യ ദൃഢദാദിഭിഃ യമൈഃ, ബ്രഹ്മചര്യം ദൃഢത തുടങ്ങിയ ആ യമങ്ങളാലും. അപ്പൊ ഇവിടെ ഈ അഷ്ടാംഗ യോഗത്തെക്കുറിച്ച് പറയുകയാണ്. അഷ്ടാംഗ യോഗം എന്ന് പറയുമ്പം അതിൽ 8 യോഗ അംഗമാണുള്ളത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി തുടങ്ങിയ ആ 8 അംഗങ്ങളിൽ നിന്ന് ആദ്യത്തെ 3 യോഗാംഗത്തെയാണ് നമുക്കിവിടെ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പരിചയപ്പെടുത്തുന്നത്. അതാണ് യമവും നിയമവും ആസനവും ആണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ പരിചയപ്പെടുത്തുന്നത്. അതാണ് പറയുന്നത് ബ്രഹ്മചര്യ ദൃഢദാദിഭിഃ യമൈഃ, ബ്രഹ്മചര്യം ദൃഢത തുടങ്ങിയ യമങ്ങളാലും. അപ്പൊ യമത്തിൽ പറയുന്നതാണ് ബ്രഹ്മചര്യം, ഹിംസ, അസത്യം, മോക്ഷണം തുടങ്ങിയവയൊക്കെ വർജിക്കുക. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ ശുദ്ധമാക്കിയിട്ട്, അതാണ് പിന്നെ പറയുന്നത് നിയമത്തെക്കുറിച്ചാണ്. അടുത്തത് നിയമത്തെക്കുറിച്ച്. ആപ്ലവാദി നിയമൈ ച ഭാവിത. ആപ്ലവാദി എന്ന് പറഞ്ഞ് സ്നാനം ചെയ്യുക. അപ്പൊ സ്നാനം, ജപം തുടങ്ങിയ നിയമങ്ങളാലും എന്ന് പറയുകയാണ്. അപ്പം സ്നാനം, മനഃശുദ്ധി, ജപം, തപസ്, ഹോമം തുടങ്ങിയവയാണ് നിയമങ്ങളിൽ ഉൾപ്പെടുന്നത്. അങ്ങനെ ആ നിയമങ്ങളാലും കുർമഹേ ദൃഢം അമീ സുഖാസനം, ഞാൻ ഒരു സുഖാസനം ത്തിലിരുന്നു കൊണ്ട്. അപ്പോൾ ഒരു സുഖാസനം സ്വീകരിക്കുക എന്ന് പറയുമ്പം പങ്കജാസനം പോലെയുള്ള ഏതെങ്കിലും ഒരു സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട്, കാരണം ഇരിക്കാൻ കഴിയത്തില്ല, അത്രമാത്രം ശരീരത്തിന് സ്ഥിരതയില്ലാത്ത ഒരവസ്ഥയിലാണ്. സ്ഥിരമായിട്ട് കാരണം വിറച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണല്ലോ ഈ വാതരോഗം എന്ന് പറയുന്നത്. അപ്പം ഉറപ്പിച്ച് നിർത്താൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിൽ എനിക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു സുഖാസനത്തെ ഞാൻ സ്വീകരിച്ചുകൊണ്ട് അതിലിരുന്നു കൊണ്ട് അഭിവാ ഭവത്പര, ഞാൻ അങ്ങേ സ്ഥിരമായിട്ട് ധ്യാനിച്ചു കൊള്ളാം എന്ന് പറയുകയാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ.
ബ്രഹ്മചര്യ ദൃഢദാദിഭിറിയമയ്യാപ്ലവാദി നിയമൈശ്ച പാവിത കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമഭിവാഭവത്പര. ശ്ലോകം 3. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദതാപഹൃത്യ സ്മഹേ ഭവതുപാസനോന്മുഖ. താരമന്തരം അനുചിന്യ സന്തതം പ്രാണവായും അഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാത് അത അപഹൃത്യാസ്മഹേ ഭവത് ഉപാസനോന്മുഖ. താരമന്തരം, താരമന്ത്രം എന്ന് പറഞ്ഞാൽ ആ പ്രണവമന്ത്രം, ആ ഓങ്കാരമന്ത്രം, ആ ഓങ്കാരമന്ത്രത്തെ സതതം അനുചിന്യ, ഇടനിലവില്ലാതെ, അതായത് നിരന്തരം ഞാൻ അതിനെ ഉച്ചരിച്ചുകൊണ്ട് പ്രാണവായു അഭിയമ്യ, ആ പ്രാണവായുവിനെ അടക്കി, അതായത് ഉള്ളിൽ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ ഞാൻ എൻ്റെ സ്വാധീനത്തിലാക്കിക്കൊണ്ട് നിർമ്മലാക, നിർമ്മലമാക്കി, ആ മനസ്സിനെ അങ്ങനെ നിർമ്മലമാക്കിയിട്ട്, അതായത് രാഗദ്വേഷാദികളായിട്ടുള്ള ആ മാലിന്യങ്ങളെ എല്ലാം കളഞ്ഞിട്ട് ശുദ്ധമാക്കി, അഥ ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ, സകല ഇന്ദ്രിയങ്ങളെയും അതിൻ്റെതായിട്ട് അതാത് വിഷയങ്ങളിൽ നിന്നും തിരിച്ചിട്ട് ശുദ്ധമായിട്ടുള്ള മനസ്സോടെ ഭവത് ഉപാസനോന്മുഖാഹ, അങ്ങയുടെ ആ ഉപാസനയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അസ്മകെ ഇരുന്നു കൊള്ളാം. അപ്പൊ അന്തരംഗത്തിൽ സദാ പ്രണവമന്ത്രം അങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് അതിനെ മാത്രം ഞാൻ നിരന്തരം ചിന്തിച്ചുകൊണ്ട് എൻ്റെ ജീവവായുവിനെ പോലും അടക്കിയും ആ നിർമ്മലമായിട്ടുള്ള മനസ്സാക്കിയിട്ട് ആ ചിത്തത്തിനെ ഞാൻ നിർമ്മലമാക്കി എൻ്റെ വിഷയങ്ങളിൽ നിന്നെല്ലാം ഒഴിച്ച് അതിനെ ശുദ്ധമാക്കിയിട്ട് സകല ഇന്ദ്രിയങ്ങളെയും ആ ഭഗവാനിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഭഗവാന്റെ ഉപാസനയിൽ മാത്രം ഒതുങ്ങി ഞാൻ ഇരുന്നു കൊള്ളാം. അതാണ് ആ പ്രാണവായുവിനെ ഒതുക്കുക, അതിനെ നിയന്ത്രണത്തിലാക്കുക. അതാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ആ 3 യോഗ അംഗത്തെക്കുറിച്ച് പഠിച്ചു. ഈ ഒരു ദശകത്തിൽ ആ പ്രാണായാമത്തെക്കുറിച്ചാണ് പറയുന്നത്. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദതാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. ശ്ലോകം 4. അസ്ഫുടേവ ഭുഷിതേ പ്രയത്നതോ ധാരയേമ ദിശനാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തക. അസ്ഫുടേ വപുഷി തേ പ്രയത്നതോ ധാരയേമ ധിഷണാം മുഹുമുഹു തേന ഭക്തി രസം അന്തരാർദ്രതാം ഉദ്വഹേമ ഭവത് അംഘ്രി ചിന്തക. ഇവിടെ അടുത്ത യോഗാംഗത്തെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ധാരണ. തേ അസ്ഫുടേ വപുഷി, അല്ലയോ ഭഗവാനെ, അവിടുത്തെ സ്പഷ്ടമല്ലാത്ത ആ സ്വരൂപം പ്രയത്നതഃ ധിഷണാം, വളരെ പ്രയത്നിച്ചിട്ടായാലും, അതായത് ആ നിദ്രാദികളാലും വിഷയങ്ങളിലും ഒക്കെ പെട്ടുപോയാലും, അങ്ങനെ പെട്ടുപോയിട്ട് വ്യതിചലിച്ചിട്ട് പോയാലും, അങ്ങനെ അതിനെ അവിടെ ഉറപ്പിച്ചു നിർത്താൻ കഴിയാതെ വന്നാൽ മുഹുഹു മുഹുഹു ധാരയേമ, വീണ്ടും വീണ്ടും ആ വിഷയങ്ങളിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ആ ബുദ്ധിയെ അത് ധരിപ്പിച്ചു കൊള്ളാം, അങ്ങനെ ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം. ഭവദംഘ്രി ചിന്തകാഹ, അങ്ങനെ ആ ധാരണയുടെ ഫലമായിട്ട് ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളെ മാത്രം സ്മരിച്ചുകൊണ്ട് തേന ഭക്തിരസം അന്തക, ആ ഭഗവാനിലുള്ള ഭക്തിയാകുന്ന ആ രസവും പിന്നെ അതിൻ്റെ ആ മാഹാത്മ്യം കൊണ്ടുണ്ടാകുന്ന മനസ്സിൻ്റെ ആർദ്രതയും, അതാണ് ആർദ്രതാം ഉദ്വഹേമ, ആ ആർദ്രതയെയും ഞാൻ പ്രാപിച്ചു കൊള്ളാം എന്ന് പറയുകയാണ് 4-ാമത്തെ ശ്ലോകത്തിൽ. അസ്ഫുടേവ ഭുഷിതേ പ്രയത്നതോ ധാരയേമ ദിശനാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രി ചിന്തക. ശ്ലോകം 5. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുസുചിരശീലനാവശാൽ അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയ.
വിസ്ഫുട അവയവഭേദസുന്ദരം വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുഃ സുചിരശീലനാവശാൽ അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരതാഹ ത്വത് ആശ്രയാഹ. അതാണ് ധ്യാനയോഗ നിരതാസ്ത്വദാശ്രയ. അപ്പൊ ഇനിയിപ്പോ അടുത്ത യോഗാംഗത്തെ കുറിച്ച് പറയുകയാണ് ധ്യാനം. ത്വദാശ്രയാഹ, ലിയോ ഭഗവാനെ, അവിടുത്തെ മാത്രം ആശ്രയമാക്കിയിട്ടുള്ള എനിക്ക് ധ്യാനയോഗ നിരതാഹ, വളരെ കാലത്തെ ആ ധ്യാനയോഗത്തിന്റെ ആ ഫലമായിട്ട് വിസ്ഫുട അവയവഭേദ സുന്ദരം, അങ്ങനെ അത്യന്തം സുന്ദരവും വളരെ വ്യക്തവുമായിട്ടുള്ള അവയവങ്ങളോട് കൂടിയ തൊതുവബുഹു, അങ്ങയുടെ ആ ശരീരം സുചിരശീലനാവശാൽ, സുദീർഘമായിട്ടുള്ള ആ ധാരണ എന്ന യോഗ അഭ്യാസത്താല് അശ്രമം മനസ്സി ചിന്തയാമഹേ, വളരെ പെട്ടെന്ന് തന്നെ, വളരെ നിഷ്പ്രയാസം, ഒരു പ്രയാസവും കൂടാതെ എൻ്റെ മനസ്സിൽ അങ്ങനെ അങ്ങ് സങ്കല്പിക്കുവാൻ കഴിയും. അതായത് ധാരണ എന്ന മാർഗത്തിലൂടെ ആ വ്യതിചലിച്ചു പോകുന്ന ആ മനസ്സിനെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് അധികകാലം, ദീർഘകാലം അങ്ങനെ ആ ധ്യാനത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ടിരുന്നാൽ ഭഗവാന്റെ ആ രൂപത്തെ, ഏത് രൂപമാണോ ഞാൻ കാണാൻ ആഗ്രഹിച്ചത്, ആ രൂപത്തെ എൻ്റെ മനസ്സിൽ അങ്ങനെ അങ്ങ് തെളിഞ്ഞു വരും. ആ ശരീരം, അവയവത്തോടു കൂടിയുള്ള ആ ശരീരത്തെ, എനിക്ക് ആ രൂപത്തെ എനിക്ക് കാണാൻ നിഷ്പ്രയാസം സാധിക്കും എന്ന് പറയുകയാണ് 5ാമത്തെ ശ്ലോകത്തിൽ. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുഃസുചിരശീലനാവശാൽ ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരതാസ്ത്വദാശ്രയാം. ശ്ലോകം 6. ധ്യായതാം സകളമൂർത്തിമീദൃശിം ഉന്മിഷൻ മധുരദാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി ദേവ ഭാസതേ. ധ്യായതാം സകളമൂർത്തിം ഈദൃശീം ഉന്മിഷൻ മധുരതാ ഹൃദാത്മനാം സാന്ദ്രമോദരസരൂപം ആന്തരം ബ്രഹ്മരൂപം ഐ തേ അവഭാസതേ. അപ്പൊ അടുത്ത യോഗാംഗം, അതായത് അവസാനത്തെ യോഗാംഗമായിട്ടുള്ള സമാധിയെ കുറിച്ച് പറയുകയാണ് ഇനി. ധ്യായതാം സകല മൂർത്തിയും ഈ ദൃശ്യം, ഇപ്രകാരം ആ സകല മൂർത്തിയെ, അതായത് അവയവങ്ങളോട് കൂടിയിട്ടുള്ള ആ മൂർത്തിയെ ധ്യാനിച്ചിരിക്കുന്ന ഉന്മിഷൻ മധുരതാഹൃതാത്മനാം, അങ്ങനെ അങ്ങ് ധ്യാനിച്ചിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അങ്ങനെ അങ്ങ് തെളിഞ്ഞു വരും ആ ഒരു സന്തോഷത്തിൽ, അങ്ങനെ ആ ഉള്ളിൽ തെളിഞ്ഞു വരുമ്പോൾ അതിൽ വർദ്ധിച്ചു വരുന്ന ആ പരമാനന്ദ രസത്താൽ അങ്ങനെ അങ്ങ് അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടി ആ ഭക്തന്മാർക്ക്, അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന്റെ ആ രൂപത്തെ മാത്രം ധ്യാനിച്ച് ഏകാഗ്രമായി അങ്ങനെ ഇരിക്കുന്ന ആ ഭക്തന്മാരുടെ ഉള്ളിൽ ആ രൂപം, ഏത് രൂപത്തെയാണോ കാണാൻ ആഗ്രഹിച്ച ആ രൂപം അങ്ങനെ അങ്ങ് തെളിഞ്ഞു വരും. അപ്പോൾ സാന്ദ്രമോദരസരൂപമാന്തരം, ആ പരമാനന്ദ ആ സാന്ദ്രാനന്ദ രൂപമായിരിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപത്തെ അങ്ങനെ ആ ഉള്ളിൽ, ആ മനക്കണ്ണിൽ, ആ മനസ്സിൽ അങ്ങനെ അങ്ങ് തെളിഞ്ഞു കാണായി വരും എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അതാണ് ഈ സമാധി അവസ്ഥയുടെ ആ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ സമാധി അവസ്ഥയിൽ അങ്ങനെ ആയിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം യോഗത്തിലെ 7 അംഗങ്ങളെ ആചരിച്ച് അത്രയും കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഏകാഗ്ര മനസ്സിൽ ആ രൂപത്തെ പിന്നെ കാണുക എന്നതാണ്. അങ്ങനെ ആ രൂപത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ അതേ ഒരു ചലനവും സംഭവിക്കാതെ അങ്ങനെ ആ രൂപം മാത്രം സ്മരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ആ രൂപം, അവയവങ്ങളോട് കൂടിയിട്ടുള്ള ആ രൂപത്തെ അങ്ങനെയുള്ള ആ ധന്യ ആത്മാവിന് കാണാൻ കഴിയും. ഉള്ളിൽ അങ്ങനെ അങ്ങ് തെളിഞ്ഞു വരും എന്നതാണ് ഈ സമാധി അവസ്ഥയുടെ ആ ഒരു പ്രത്യേകത എന്നതാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം ഈ സമാധി അവസ്ഥയിൽ എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അപ്പൊ ഈ ഒരു അവസ്ഥയാണ്, ഈ ഒരു സമാധിയെയാണ് സവികൽപ്പ സമാധി എന്ന് പറയുന്നത്. ഇനി സമാധി 2 തരത്തിലാണുള്ളത്. സവികൽപ്പവും പിന്നെ നിർവികൽപ്പവും.
നിർവികൽപ്പ സമാധിയും സവികൽപ്പ സമാധിയും. സവികൽപ്പ സമാധിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകത്തിൽ നിർവികൽപ്പ സമാധിയെക്കുറിച്ച് പറയും. ധ്യായതാം സകളമൂർത്തിമീദൃശിം ഉന്മിഷൻ മധുരദാകൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി ദേവഭാസതേ. ശ്ലോകം 7. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിമയി വിശ്വനായക ആശ്രിതാ പുനരധ പരിച്യുതൗ ആരഭീം അഹിജധാരണാദികം. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിം ഐ വിശ്വനായക ആശ്രിത പുനഃ അധ പരിച്യുതൗ. അതാണ് ആശ്രിത പുനരധ പരിച്യുതൗ ആരഭീം അഹിജ ധാരണാധികം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു സവികൽപ്പ സമാധിയെക്കുറിച്ച്. അങ്ങനെ ധാരണ വരുത്തിക്കൊണ്ട് മനസ്സിൽ ആ ഭഗവാന്റെ ആ അവയവ രൂപത്തെ ധ്യാനിക്കുകയാണ് അടുത്ത ധ്യാനം എന്ന മാർഗത്തിലൂടെ. അങ്ങനെ ധാരണ ധ്യാനം വഴി സമാധിയിലിരിക്കുന്ന ആ ഒരവസ്ഥയാണ് സവികൽപ്പ സമാധി എന്ന് പറയുന്നത്. ഇനി നിർവികൽപ്പ സമാധിയെക്കുറിച്ച് പറയുകയാണ്. നിർവികൽപ്പ സമാധിയിൽ ഈ സവികൽപ്പ സമാധിയിലിരിക്കുന്ന ഒരു യോഗിക്ക് ആ ആൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഘ്നം സംഭവിച്ചാൽ, അതായത് നമ്മളുടെ നിദ്രാദി അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളാൽ നമ്മുടെ ആ ശ്രദ്ധ മാറിപ്പോയി എങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. തത് സമാസ്വദന രൂപിണി, അങ്ങനെ ആ ബ്രഹ്മ ആനന്ദ സമാധിയിൽ സ്ഥിതിം ത്വത് സമാധിം ആശ്രിത, ആ ഒരു സമാധി അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്ന ആ യോഗി അതഹ പരിച്യുതോ, ചിലപ്പോൾ അതിൽ നിന്നൊന്ന് വ്യതിചലിച്ചു പോവുകയാണെങ്കിൽ ഐ വിശ്വനായക, അല്ലയോ ലോകനായക പ്രഭു, പുനഃ ച, ഞാൻ വീണ്ടും, അതാണ് പറയുന്നത്, വീണ്ടും ഞങ്ങൾ ധാരണാധികം, ധാരണ മുതലുള്ള ധാരണാ ധ്യാനം തുടങ്ങിയ അംഗങ്ങളാല് വീണ്ടും ആരഭീം അഹി, ആരംഭിച്ചു കൊള്ളാം. അതിനെ വീണ്ടും ധാരണ മുതൽ ധരിപ്പിച്ച്, മനസ്സിനെ ധരിപ്പിച്ചിട്ട് ആ ഒരു ധ്യാനത്തിലിരുന്ന് ഭഗവാന്റെ ആ രൂപത്തെ ഉറപ്പിച്ചു കൊള്ളാം എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തത്സമാസ്വദന രൂപിണീം സ്ഥിതിം ത്വൽസമാധിമയി വിശ്വനായക ആശ്രിത പുനരധ പരിച്യുതൗ ആരഭീം അഹിജധാരണാധികം. ശ്ലോകം 8. ഇത്തമവ്യസന നിർഭരോല്ലസത്വത്പരാത്മസുഖ കൽപ്പിതോത്സവ മുക്തഭക്തകുലമൗലിതാം ഗത സഞ്ചരേമ ശുകനാരദാദിവത്. ഇത്തം അവ്യസന നിർഭരോല്ലസത് ത്വത്പരാത്മസുഖ കൽപ്പിതോത്സവ മുക്തഭക്തകുലമൗലിതാം ഗതാഹ സഞ്ചരേമ ശുക നാരദാദിവത്. അങ്ങനെ ആ അഭ്യാസത്താൽ, ആ നിർവികൽപ്പ സമാധിയിൽ അങ്ങനെ ഒരു ചലനവും സംഭവിക്കാതെ അതേപോലെ ഏകാഗ്രമായിട്ട് ഇരിക്കാൻ കഴിയുകയാണെങ്കിൽ, അങ്ങനെ ഇരിക്കുന്ന, അതാണ് പറയുന്നത് ഇത്തം അഭ്യസന നിർഭരോല്ലസത്, അങ്ങനെ ആ അഭ്യാസത്താൽ കൈവന്നിരിക്കുന്നതായിട്ടുള്ള ത്വത്പരാത്മസുഖ കൽപ്പിതോത്സവ, ഭഗവാന്റെ അനുഭവിക്കാൻ കഴിയുന്ന ആ പരമാനന്ദത്തിന്റെ, ആ പരമാത്മാവിന്റെ സ്വരൂപത്തിൽ നിന്ന് കിട്ടുന്ന പരമാനന്ദത്തിന്റെ ഉത്സവത്തോടു കൂടിയിരിക്കുന്ന ആ ആധിക്യത്തോടുകൂടി, ആ പരമാനന്ദത്തിന്റെ ആധിക്യത്തോടു കൂടിയിരിക്കുന്ന ഞാൻ മുക്തഭക്തകുലമൗലിതാം, ആ മൺമറഞ്ഞു പോയിട്ടുള്ള ആ ഭക്ത ശിരോമണിമാരുടെ ശുകനാരദാദിവ, ആ ശുകന്റെയും നാരദന്റെയും ഒക്കെ പോലെ, നാരദ മഹർഷി, ശുകമഹർഷി എന്നിവരെ പോലെ ഗദാഹ ആയി തീർന്നിട്ട് സഞ്ചരേമ, ഞാനും അങ്ങനെ സഞ്ചരിക്കുമാറാകണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ ഈ ഒരു ശ്ലോകത്തിൽ. ഇത്തമവ്യസന നിർഭരോല്ലസത്വത്പരാത്മസുഖ കൽപ്പിതോത്സവ മുക്തഭക്തകുലമൗലിതാം ഗത സഞ്ചരേമ ശുകനാരദാദിവത്. തത്സമാധി വിജയേതുയ പുനമംശുമോക്ഷരസിക്രമേണ വ യോഗവശ്യമനിലം ഷടാശ്രയൈ
ഉന്നയത്യജ സുഷംനയാ ശനൈ. തത്സമാധി വിജയേ തു യഃ പുനഃ മങ്ഷു മോക്ഷ രസികഃ ക്രമേണ വാ യോഗവശ്യം അനിലം ഷടാശ്രൈഃ ഉന്നയതി അജാ സുഷംനയാ ശനൈഃ. ഹേ അജ, അല്ലയോ അജനായ ഭഗവാനെ, യഹാ തു, യാതൊരുവനാണോ, തൊട്ട് സമാധി വിജയെ, അങ്ങയിലുള്ള ആ നിർവികൽപ്പ സമാധി കൈവരിച്ചത്, മങ്ഷു, ആ യോഗി, ഉടനെ തന്നെയോ, വാ ക്രമേണ, അല്ല ക്രമേണയോ, അതായത് രണ്ടു തരത്തിലുള്ള മുക്തിയാണുള്ളത്, ക്രമമുക്തിയും സദ്യോമുക്തിയും. സദ്യോമുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യോഗം, അങ്ങനെയുള്ള ആ ഒരു സമാധി വിജയം കൈവരിച്ച ആ ഒരു യോഗിക്ക് എങ്ങനെ വേണേലും സഞ്ചരിക്കാം. എങ്ങനെ വേണേലും സഞ്ചരിക്കാം എന്ന് പറഞ്ഞാൽ ആ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ ഭഗവാനിലേക്ക് നേരിട്ട് ചെല്ലാം. ആ ഭഗവാനിലേക്ക് ലയിക്കാനുള്ള ആ പടി 6 കടക്കുകയാണ് അദ്ദേഹം. ആ പടി കടക്കാനുള്ള പ്രാപ്തി അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹം ആ ഒരു യോഗിയുടെ സൂക്ഷ്മ ശരീരം, ആ സൂക്ഷ്മ ശരീരത്തെ ഈ നമ്മുടെ സ്ഥൂല ശരീരത്തെ ഉപയോഗിച്ചല്ല, ആ സൂക്ഷ്മ ശരീരത്തെ എങ്ങനെ വേണമെങ്കിലും, അതായത് ആ യോഗിയുടെ ഇഷ്ടപ്രകാരം ഉടനെ തന്നെയോ അല്ല ക്രമമായിട്ടോ, അതാണ് ക്രമമായിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പം തന്നെ എനിക്കങ്ങ് ഭഗവാനിലോട്ട് ചേർന്നാൽ മതി, എനിക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ ഭഗവാനിൽ അങ്ങ് എത്തിയാൽ മതി എന്നുള്ള ആ ഒരു ചിന്തയോടെ ഉടനെ തന്നെ വേണമെങ്കിലോ, അതല്ല ഈ ബ്രഹ്മലോകം എന്താണ്, ഇന്ദ്രലോകം എന്താണ്, സ്വർഗം എന്താണ്, അതൊക്കെ എനിക്കൊന്ന് കാണണം, അതൊക്കെ എനിക്ക് അവിടുത്തെ ആ സുഖഭോഗങ്ങളൊക്കെ എന്താണെന്ന് അനുഭവിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു യോഗിയാണ് എങ്കിൽ ആ സൂക്ഷ്മ ശരീരത്തോടു കൂടി തന്നെ പോകുന്ന വഴികളെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, മങ്ഷു, ഉടനെ തന്നെയോ, ക്രമേണവ, ആ ക്രമത്താലോ, യോഗവശ്യം അനിലം, ആ അഷ്ടാംഗ യോഗങ്ങളിലെ പ്രാണവായുവിലൂടെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന ആ പ്രാണവായുവിനെ, ഷടാശ്രൈഹി, പിന്നെ ആ ഷഠം എന്താണ്, 6 ആശ്രയത്തിലൂടെ, അതായത് 6 സ്ഥാനങ്ങളിലൂടെ, അതാണ് നമ്മൾ 6 ചക്രങ്ങളിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ കാണാം എന്ന് പറയത്തില്ലേ, ആ പടികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ പടികൾ, അത് സ്റ്റെപ്പ് പടികളൊന്നും അല്ല, എന്താണ്, ഈ ചക്രങ്ങളാണ്. നമ്മൾ എങ്ങനെ ക്രമേണ നമ്മൾ എവിടൊക്കെ എത്തിച്ചേരുന്നു എന്നുള്ള ആ 6 പടികളാണ്. അപ്പൊ ഈ ഷടാശ്രൈഹി, ഈ 6 സ്ഥാനങ്ങളിലൂടെ, അതായത് മൂലാധാരം, നാഭി, ഹൃദയം, ഉരസ്, താലുമൂലം, ഭ്രൂമധ്യം എന്നിങ്ങനെയുള്ള വഴികളിലൂടെ സുഷംന നാഡി വഴി ശനൈഹി ഉന്നേതി, സാവധാനത്തിൽ അങ്ങനെ ഉയർത്തപ്പെടുന്നു മുകളിലോട്ട്. കാരണം ഓരോ പടിയിലെത്തിയിട്ട് അവിടുന്ന് പിന്നെ അടുത്ത പടി അങ്ങനെ നമ്മൾ പോകുന്നു. ആദ്യമേ മൂലാധാരത്തിൽ നമ്മൾ ഈ ഇത്രയും എന്താണ്, സമാധിയിലൂടെ നമ്മൾ ആ വിജയം കൈവരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ എവിടെത്തി, മൂലാധാരത്തിലെത്തി. അവിടുന്ന് നമുക്ക് പെതുക്കി ഇനി അതിനെ ഉയർത്തി മേളോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ ആ മൂലാധാരത്തിൽ നിന്ന് നാഭിയിലേക്ക് എത്തണം, ആ നാഭിയിൽ നിന്ന് ഈ ഹൃദയത്തിലേക്ക് എത്തണം, ഹൃദയത്തിൽ നിന്ന് അങ്ങനെ മേളിലോട്ട് പോയി വെച്ച് എവിടെ എത്തും, ഭ്രൂമധ്യം എന്താണ്, നമ്മുടെ നെറുക അല്ലെ, ആ ഉച്ചിയിലെത്തിയിട്ട് അങ്ങനെ അവിടെയൊക്കെ അങ്ങനെ ഉയർത്തപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് തത് സമാധി വിജയേതു പുന മങ്ഷു മോക്ഷ രസിക ക്രമേണവ യോഗവശ്യം അനിലം ഷടാശ്രൈഹി ഉന്നയതി അജാ സുഷംനയാ ശനൈഹി. ശ്ലോകം 10. ലിംഗദേഹമപി സദ്യജന്നധൂലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകഗുരുഗീതും മൂർധദസാർദ്ധമേവ കരണൈർനിരീയതേ. ലിംഗദേഹം അപി സന്ധ്യജൻ അധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകകുതുകീ തു മൂർധത സാർദ്ധം ഏവ കരണൈർനിരീയതേ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ആ നിരാഗ്രഹിയായിട്ടുള്ള ആ ഭക്തൻ, ആ ഭക്തയോഗി, ആ സദ്യോമുക്തിയെ കുറിച്ച് പറയുകയാണ്, പെട്ടെന്ന് പോകുന്നതിനെ കുറിച്ച്. അപ്പോൾ തന്നെ എനിക്ക് യാതൊരു ഇതിലും താല്പര്യമില്ല, നിരാഗ്രഹിയാണ്, കാരണം ബ്രഹ്മാദി ലോകത്തിൽ പോലും ഒരു താല്പര്യവുമില്ല. അങ്ങനെയുള്ള യോഗി അധോ പിന്നീട് ലിംഗദേഹം അഭിസദ്യജന്നതൻ, ഈ ലിംഗദേഹത്തെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് ആ പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിൽ വരെ ഉയർത്തി
സൂക്ഷ്മ ശരീരത്തെയും ഉപേക്ഷിച്ചിട്ട് പരേ ത്വയീനിലീയതേ, ആ പരേ അങ്ങയിലേക്ക് തന്നെ, ആ പെട്ടെന്ന് തന്നെ ആ തേജോസ്വരൂപിയായിട്ടുള്ള ഭഗവാനിലേക്ക് തന്നെ ലയിക്കുന്നു. പിന്നീടോ ഊർധ്വലോക കുതുകീതു, എന്നാൽ ഊർധ്വലോകത്തെക്കുറിച്ച് കൗതുകമുള്ള ആ യോഗി, കാരണം മുകളില് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ആ ഒരു ഇതിൽ അതിൽ കൗതുകം വന്നിട്ട് അതെന്താണെന്നറിയാനുള്ള താല്പര്യമുള്ള ആ യോഗി മൂർധതഃ, മൂർധാവിലൂടെ, ആ മൂർധാവിലൂടെ നമ്മുടെ ബ്രഹ്മരന്ധ്രം ഉച്ചി നെറുക അല്ലെ, ആ നെറുക കരണൈഹി സാർദ്ധം, ആ സൂക്ഷ്മ ശരീരത്തോടു കൂടി തന്നെ നിരീയതേ. അപ്പൊ ആ സൂക്ഷ്മ ശരീരത്തോടു കൂടി തന്നെ, അതായത് നമ്മുടെ സ്ഥൂല ശരീരം ഇവിടെ യോഗത്തിൽ ഇങ്ങനെ ഇത് ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിനെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ആ ജീവൻ, ആ ഓർമ്മ, നമ്മുടെ ഇതെല്ലാം ഉണ്ട്, നമ്മുടെ ആ അതോടെ തന്നെ നമുക്ക് ആ സൂക്ഷ്മ ശരീരത്തോടു കൂടി തന്നെ ഞാൻ എന്തിനാണോ വന്നത് എന്നുള്ള ആ വ്യക്തമായ ആ ഒരു ഇതോടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിരീയതേ, പുറത്തേക്ക് ഗമിക്കുന്നു. ഉച്ചി വഴി, നമ്മുടെ ആ നെറുക വഴി അത് പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോകുമ്പോൾ ഇനി അത് പോകുന്ന വഴികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ പോകുന്ന ആ ജീവൻ എവിടെയൊക്കെ എത്തിച്ചെന്നു, എങ്ങനെയൊക്കെ പോകും, അവരുടെ അതിന്റെ ഗതിവിഗതികളെ കുറിച്ചാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ലിംഗദേഹമപി സന്ധ്യജന്നതോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധലോക കുതുകീതു മൂർധത സാർദ്ധമേവ കരണൈർനിരീയതേ. ശ്ലോകം 11. അഗ്നിവാസരവളർക്ഷപക്ഷകൈരുത്തരായണ ജുഷാജ ദൈവതൈ പ്രാപിതോരി വിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. അഗ്നിവാസര വളക്ഷ പക്ഷകൈഃ ഉത്തരായണ ജുഷാച ദൈവതൈഃ പ്രാപിതഃ രവിപദം ഭവത്പരഃ മോദവാൻ ധ്രുവപദാന്തം ഈയതേ. അപ്പൊ അങ്ങനെ ഈ ക്രമമുക്തൻ, ആ എനിക്ക് ഈ ലോകം, ബ്രഹ്മാദി ലോകങ്ങൾ, ഊർധ്വ ലോകമൊക്കെ എങ്ങനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആ മുക്തൻ, ആ ഭക്തൻ, ആ മുക്തന്റെ മരണശേഷം, കാരണം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നമ്മൾ മൂർധാവിലൂടെ ആ സൂക്ഷ്മ ശരീരത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന്. അപ്പോൾ ആ സ്ഥൂല ശരീരം ജഡമായി അല്ലെ. അപ്പൊ ആ മരണശേഷം സൂക്ഷ്മ ശരീരം പോകുന്ന വഴിയുടെ ക്രമങ്ങളാണ് ഇനിയും പറയാൻ പോകുന്നത്. അഗ്നിവാസര വളർച്ച പക്ഷകൈഹി, അഗ്നി വാസരം വളക്ഷ പക്ഷകൈഹി, അതായത് തീയ്, പിന്നീട് ആ ദിവസം, അന്നത്തെ ആ ദിവസം, പിന്നെ ശുക്ലപക്ഷം, ഉത്തരായണം ഇങ്ങനെയുള്ള ജുഷാജ കാര്യങ്ങളെയൊക്കെ അധിഷ്ഠാനമാക്കിയിട്ടുള്ള ദേവതൈഹി ദേവതകളാൽ. അപ്പൊ ഇതിനെല്ലാം ഓരോന്നിനും അധിഷ്ഠാന ദേവതകളുണ്ട്. ഇപ്പം നമ്മൾ വായു ശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ആ വായുവിനെ തരാന് അതിനെ കൺട്രോൾ, ഇപ്പം ഓരോ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞു പോകണം. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ അധിഷ്ഠാനമായിട്ട് കുറെ ദേവതകളുണ്ട്, ഓരോരുത്തരെ നിയമിച്ചിട്ടുണ്ട്. അവരെയാണ് ദേവതകൾ എന്ന് പറയുക, അതിൻ്റെതായിട്ടുള്ള ദേവതകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ഉത്തരായണത്തിന്, ശുക്ലപക്ഷത്തിന്റെ, ഒരു ദിവസത്തിന്റെ ഒക്കെ ദേവതമാരുണ്ട്. ആ ദേവതമാര് രവിപദം പ്രാപിതഃ, ഈ സൂക്ഷ്മ ശരീരം ഇങ്ങനെ നമ്മുടെ നെറുകയിലൂടെ പുറത്തേക്ക് കടന്നു കഴിയുമ്പോൾ അവിടെ കാത്തിരിപ്പുണ്ട് നമ്മളെ അനയിക്കാനായിട്ട് ഈ അധിഷ്ഠാന ദേവതകള്. ഈ അധിഷ്ഠാന ദേവതകൾ അവരെ നമ്മളെ കൂട്ടിക്കൊണ്ട് എവിടെ പോകുന്നു, ആദ്യമേ ആ സൂര്യമണ്ഡലത്തെ എത്തിക്കുന്നു. ആ സൂര്യമണ്ഡലത്തിൽ, അതാണ് പറയുന്നത് രവിപദം പ്രാപിതാഹ, സൂര്യമണ്ഡലത്തെ പ്രാപിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് മോദവാൻ, ആ സൂര്യമണ്ഡലത്തിലുള്ള സുഖഭോഗങ്ങളെല്ലാം അവരോടൊപ്പം തന്നെ ആ ദേവതകൾ, അപ്പൊ അവിടുത്തെ സൂര്യമണ്ഡലത്തിലെ അധിഷ്ഠാന ദേവത ആരാണോ ആ ദേവതയുമായി, ഇതിന്റെ എല്ലാം അധിഷ്ഠാന ദേവതകളെ നമുക്ക് വേറിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പോകാണ്. അപ്പൊ ആ ദേവത ആയിട്ട് അവരനുഭവിക്കുന്ന അതേ സുഖഭോഗങ്ങളെല്ലാം തന്നെ ഈ ക്രമമുക്തനും അനുഭവിക്കുന്നു. അനുഭവിച്ചിട്ട് അവസാനം എനിക്ക് മതി എന്ന് തോന്നുന്ന സമയത്ത് ആ മതി നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, അവിടുന്ന് ആ ഭക്തനെ അടുത്ത പദത്തിന്റെ അധിഷ്ഠാന ദേവതയിൽ ഏൽപ്പിക്കും. അവിടെയും സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ചു കഴിയുമ്പം അവിടുന്ന് അടുത്ത പദത്തിലെ അധിഷ്ഠാന ദേവതയെ ഏൽപ്പിക്കും. അങ്ങനെ അങ്ങനെ ആ ക്രമമുക്തൻ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. അവസാനം ചെന്നിട്ട് ആ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ സൂര്യമണ്ഡലത്തെ പ്രാപിക്കുന്നു, അവിടെ മോദവാൻ, അവിടെയുള്ള സുഖഭോഗങ്ങൾ
സുഖങ്ങളെല്ലാം അനുഭവിച്ചിട്ട് ധ്രുവപദമീയതേ പിന്നീട് പോകുന്ന എവിടാണ്? ധ്രുവപദത്തിലോട്ടാണ്. ധ്രുവപദത്തിൽ എത്തുന്നു. ഇനി അടുത്ത ഓരോന്നോരോന്നായിട്ടാണ് പറയുന്നതാണ്. അപ്പൊ ഈ ഒരു ദശകത്തില് 15 ശ്ലോകങ്ങളാണുള്ളത്. അപ്പൊ ഈ 15 ശ്ലോകങ്ങളിലുമായിട്ടാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നത്. ശ്ലോകം 12. ആസ്തിതോധമഹരാലയേ യഥാ ശേഷവക്രദഹനോഷ്മണാർദ്യതേ ഈയതേ പവതുപാശ്രയസ്തദാ വേദസപദമദപുരൈവ ആസ്ഥിതഃ അഥ മഹരാലയേ യഥാ ശേഷവക്ത്ര ദഹന ഊഷ്മണ ആർദ്യതേ ഈയതേ പവത ഉപാശ്രയഃ തഥാ വേദസഃ പദം അധഃ പുരാ ഏവ അധ മഹരാലയെ ആസ്ഥിതഃ പിന്നീട് ആ മഹർലോകത്തിൽ എത്തിക്കപ്പെട്ടിട്ട്, കാരണം അവിടെ നിന്ന് നമ്മൾ ധ്രുവപദത്തിൽ എത്തി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ശ്ലോകത്തിൽ അല്ലേ, ആ ധ്രുവപദത്തിൽ നിന്ന് അവിടെ നിന്നും പിന്നീട് മഹർലോകത്തിലെത്തുന്നു. ആ മഹർലോകത്തിലെത്തുമ്പോൾ യഥാശേഷ വക്രദഹനോഷ്മണാർദ്യതേ, അവിടെ ശേഷനുണ്ട്, ശേഷനാഗം ഉണ്ടല്ലേ, ആ ശേഷനാഗത്തിന്റെ വക്രത്തിൽ നിന്നും പുറപ്പെടുന്ന ആ ചൂടുകാറ്റ്, ആ ചൂടുകാറ്റിന് ആ തീയുടെ ആ ചൂട് അങ്ങോട്ട് അസഹ്യമായിട്ട് തോന്നുമ്പോൾ തഥാ ഭവതുപാശ്രയക, അന്നേരം ഭഗവാനെ ആശ്രയിക്കുന്നു. അപ്പോൾ ആശ്രയിച്ചുകൊണ്ട് വേദസഹ പദം ഈയതേ, പിന്നീട് ആ വേദപദത്തിലേക്ക്, അതായത് വേദപദം ഏതാണ്? ബ്രഹ്മപദം, ആ സത്യലോകത്തിലേക്ക് എത്തുന്നു. വാ അധ പുരായേവ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല, അതിനു മുമ്പ് തന്നെ എത്തിപ്പെടും. അതായത് ഈ ശേഷവക്രന്റെ ചൂട് ചിലപ്പോൾ സഹിക്കണമെന്നൊന്നും ഇല്ല, ചിലപ്പോൾ അത് പുറപ്പെടുന്നതിനൊക്കെ മുമ്പേ തന്നെ എനിക്ക് അങ്ങ് പോകണം, എനിക്കിവിടെ മതിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ ആ വേദപദത്തിലേക്ക് എത്തിപ്പെടുന്നു. ആ യോഗിയുടെ ആ ഒരു താല്പര്യാർത്ഥം തന്നെയാണ് എല്ലാ പദങ്ങളിലേക്കും എത്തിപ്പെടുന്നത്. അപ്പൊ പിന്നെ ആ യോഗി അപ്പൊ അത്രമാത്രം പ്രാപ്തി കൈവരിച്ചു അല്ലേ? ആ യോഗത്തിലൂടെ, ആ യോഗ അനുഷ്ഠാനത്തിലൂടെ, ആ ഏകാഗ്ര ചിന്തയോടെ ആ ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് എങ്ങനെയുള്ള ശരീരമാണോ തനിക്ക്, എങ്ങനെയുള്ള ഭഗവാനെയാണോ തനിക്ക് കാണേണ്ടത്, ആ അവയവങ്ങളോട് കൂടിയുള്ള ഒരു ഭഗവാനെ എനിക്ക് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ പ്രാണവായുവിനെ ഉള്ളിലൊതുക്കി പ്രാണായാമം ചെയ്തുകൊണ്ട് അങ്ങനെ ആ ഏകാഗ്ര ബുദ്ധിയോടെ ആ ധാരണ എന്ന മാർഗത്തിലൂടെ ഭഗവാനെ മനസ്സിലുറപ്പിച്ച് അങ്ങനെ ഇരിക്കുന്ന യോഗി ആ അഷ്ടാംഗ യോഗം പൂർത്തിയാക്കി കഴിയുമ്പോൾ ആ യോഗിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം ഇഷ്ടപ്രകാരം ആ യോഗി ആ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ച് ആ സൂക്ഷ്മ ശരീരത്തിലൂടെ തന്നെ ഒന്നുകിൽ പെട്ടെന്ന് തന്നെ ഭഗവാന് ചേരാൻ പറ്റും, അതല്ലെങ്കിൽ ക്രമേണ പോകാൻ പറ്റും. ക്രമേണ പോകുവാണെങ്കിൽ ഈ സർവ്വ ലോകങ്ങളും കണ്ടവിടുത്തെ സുഖഭോഗങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് തന്നെ മതിയെന്ന് തോന്നുമ്പോൾ അവസാനം എവിടെ എത്തിപ്പെടുന്നു? ബ്രഹ്മലോകത്തില് എത്തിപ്പെടുന്നു. അങ്ങനെ ഇനി ആ ബ്രഹ്മലോകത്തിലും മതി എന്ന് തോന്നുമ്പോൾ എന്താണ് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 13. തത്ര വാതവ പദേധവാവസൻ പ്രാകൃത പ്രളയേതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാഭിമുച്യതേ സംഭിവിദ്യ ജഗദണ്ഡമോജസ. തത്ര വാ തവ പദേ അഥവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാവിമുച്യതേ സംവിഭിത്യ ജഗദണ്ഡം ഓജസാം. തത്ര വാ അഥവാ തവ പദേ വസൻ, അവിടെ ബ്രഹ്മപദത്തിൽ എത്തുന്നു. അവിടെ അതിനുശേഷം അവിടെ തന്നെയോ, ആ ബ്രഹ്മപദത്തിൽ ഇവിടെ ആ സത്യലോകത്ത് തന്നെയോ, അല്ലെങ്കിൽ ആ സത്യലോകത്തിൽ തന്നെ വസിക്കാം, എത്ര കാലം എത്ര ഇത് വേണമെങ്കിലും അവിടെ തന്നെ വസിക്കാം. അതല്ല എങ്കിൽ തവ പദേ, ഭഗവാന്റെ പദത്തിലോ ബ്രഹ്മലോകത്തിലോ, അല്ലെന്നെങ്കിൽ പിന്നീട് ഭഗവാന്റെ പദത്തിലോ, അതായത് ഭഗവാന്റെ പദം എവിടെയാണ്? വൈകുണ്ഠം അല്ലെ? ആ വിഷ്ണു പദത്തെ വൈകുണ്ഠത്തിൽ തന്നെയോ ആ സ്വന്തം ഇച്ഛാനുസരണം കഴിഞ്ഞുകൂടുന്നു. പിന്നീട് ആ യോഗിയുടെ ഇഷ്ടപ്രകാരം എനിക്ക് ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ കഴിയാം, അതല്ല എനിക്ക് വിഷ്ണു ലോകത്ത് കഴിയണമെന്നുണ്ടെങ്കിൽ അവിടെയും കഴിയാം. അങ്ങനെയാ പറയുന്നത്. പിന്നീട് പ്രാകൃത പ്രളയെ, ആ ബ്രഹ്മപ്രളയം വരുന്ന സമയം ആകുമ്പോൾ ആ ബ്രഹ്മപ്രളയത്തിൽ മുക്തതാം ഏതി, ആ മോക്ഷത്തെ പ്രാപിക്കുന്നു. സ്വേച്ഛയാ പുരാ ഖലു, അതല്ല ഇനി
അതിനു മുമ്പേ തന്നെ മുക്തി നേടണമെന്ന് ഞാൻ ഇച്ഛിക്കുകയാണെങ്കിൽ, ആ യോഗി ഇച്ഛിക്കുകയാണെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഓജസ തന്റെ ആ അഷ്ടാംഗ യോഗത്തിന്റെ ആ ശക്തിയാൽ, അഷ്ടാംഗ യോഗം നടത്തി ചെയ്ത് പൂർണ്ണമായി കഴിയുമ്പോൾ ഒരു ബലമുണ്ടാകും, ആ ശക്തി ഉണ്ടാകും. ആ ശക്തി അതിന്റെ പ്രഭാവത്താല് ജഗദണ്ഡം സംഭിവിക്കുക. ആ ജഗദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ് ആണ് ആ ബ്രഹ്മാണ്ടം, അല്ലേ? ആ ബ്രഹ്മാണ്ടത്തിനെ കുറിച്ച് ഇനി നമുക്ക് പഠിക്കാൻ വരുന്നുള്ളൂ. ആ ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചിട്ട് വിമുച്യതേ, ആ മാർഗത്തിൽ കൂടെ മോക്ഷത്തെ പ്രാപിക്കാം. ഇതാണ് ക്രമമുക്തി. അപ്പൊ ക്രമമുക്തി ഇവിടെ പറഞ്ഞു തീരുകയാണ്. ക്രമമുക്തി എങ്ങനെ, ഏതൊക്കെ രീതിയിലാണ് ക്രമമായിട്ട് നമ്മൾ എവിടെയൊക്കെ എത്തപ്പെടുന്നു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നിസ്സാരമാണ്. ഇത്രയും ശ്ലോകത്തിലൂടെ പറയേണ്ട കാര്യമില്ലായിരുന്നു, അല്ലെ? ചിലയിടത്തൊക്കെ ആണെങ്കിൽ മേൽപ്പത്തൂര് പറയേണ്ടതിനെയൊക്കെ വിഴുങ്ങി വെച്ച് അതിനെ സ്ലോ ഒരു ഒറ്റ വാക്കിലൊക്കെ കൊണ്ടുപോകും. പക്ഷെ ഇവിടെ അത് അത്രമാത്രം വിശദീകരിച്ചത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് അത്രമാത്രം വലിയൊരു കടമ്പയാണ്. ഈ കടമ്പ അങ്ങനെയൊന്നും കടക്കാൻ കഴിയില്ല, അല്ലേ? ആ പടി 6 കടക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ചര്യയും നിഷ്ഠയും ആ അർപ്പണ ബോധവും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ക്രമമുക്തിയും ഇവിടെ അവസാനിച്ചു. അപ്പൊ അങ്ങനെ ആ അഷ്ടാംഗ യോഗത്തിലൂടെ തന്നെ നമുക്ക് മുക്തി നേടുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ശ്ലോകത്തിലൂടെ അത് കഴിഞ്ഞു. ഇനി ബ്രഹ്മാണ്ടം ഭേദിക്കുന്നത് എങ്ങനെയാണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. പറഞ്ഞല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് ഇപ്പം വിഷ്ണു ലോകത്തിൽ കഴിയാം, അതല്ലെങ്കിൽ ബ്രഹ്മലോകത്തിലും കഴിയാം. അവിടെ രണ്ടും എനിക്ക് കഴിയണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ബ്രഹ്മാണ്ടം ഭേദിച്ചിട്ട് പോകാം. എങ്ങനെ? സ്വന്തം കഴിവുകൊണ്ട്. കാരണം എന്റെ ആ യോഗശക്തിയുടെ ബലത്താൽ, അതിന്റെ പ്രഭാവത്താൽ ആ ബ്രഹ്മാണ്ടത്തെ തുളച്ച് എനിക്ക് പുറത്ത് കടക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇനി ബാക്കിയുള്ള 2 ശ്ലോകത്തിലൂടെ പറയുന്നത്. ശ്ലോകം 14. തസ്യ ചക്ഷിതി പയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മഗതയാ വിശൻ സുഖീയാദിതേ പദമനാവൃതം വിഭോ. തസ്യ ച ക്ഷിതി പയ മഹ അനില ദ്യോ മഹത് പ്രകൃതി സപ്ത ആവൃതിഹി തത്തത് ആത്മഗതയാ വിശൻ സുഖി യാതി തേ പദം അനാവൃതം വിഭോ. അപ്പൊ അങ്ങനെ ആ ബ്രഹ്മാണ്ട പ്രളയമായി കഴിയുമ്പോൾ, ഹേ വിഭോ, അല്ലയോ ഭഗവാനെ, തസ്യജ, ആ ജീവാത്മാവ് പിന്നീട് എങ്ങനെയാണ് ആ ബ്രഹ്മാണ്ടം തുളച്ച് പോകുന്നത് എന്ന് പറയുകയാണ്. ക്ഷിതി പയ മഹ അനില ദ്യോ മഹത് പ്രകൃതി അങ്ങനെയുള്ള സപ്തകാവൃതി, അല്ലേ? ആ സപ്തകാവൃതി എന്ന് പറയുമ്പോ എന്താണ്? 7 ആവരണം, അല്ലെ? ആ 7 ആവരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ക്ഷിതി, പയം, മഹർലോകം. ഇപ്പം ക്ഷിതി എന്ന് പറഞ്ഞാൽ അറിയാം, ഭൂമി. പയം എന്താണ്? ജലം. പിന്നെ തേജസ്, വായു, ആകാശം, മഹത്തത്വം, പിന്നീട് മായ. ഇങ്ങനെയുള്ള 7 ആവരണങ്ങളെ ആ സപ്തതാവൃതിഹി, ആ 7 ആവരണങ്ങളെ തത്തത് ആത്മകതയാ, അതാത് ആവരണങ്ങളിലൂടെ, ഞാൻ പറയണേ, ഈ ആവരണങ്ങളിൽ കൂടെ ആ സ്വന്തം സൂക്ഷ്മ ശരീരത്തെ ആ സൂക്ഷ്മ ശരീരമാക്കിക്കൊണ്ട്, അതായത് ഇപ്പൊ തീയിലൂടെ കടക്കാം. ഇത്ര 7 ആവരണമുണ്ട്. ഏതൊക്കെയാന്ന് പറഞ്ഞു. ഇപ്പൊ തീയിലൂടെ കടക്കുന്നത് എങ്ങനെയാണ്? ആ തീയുടെ രൂപം ആത്മാവ് തന്നെ ഞാനും സ്വീകരിക്കുകയാണ്, ഈ യോഗിയും. അപ്പൊ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആ യോഗിക്ക് മാറാൻ കഴിയും എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ യോഗി ഭൂമിയിൽ കടക്കുമ്പോൾ ഭൂമിയുടെ സൂക്ഷ്മ രൂപത്തിലൂടെ കടക്കും. അതായത് ഭൂമി ചെറിയ ആ ഒരു രീതിക്ക് ഇപ്പൊ നമ്മൾ പറയത്തുള്ളത് എന്താ? ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം എന്ന് പറയല്ലേ? ഇതേപോലെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു രീതി അനുസരിച്ച് ആ ഒരു ആത്മാവുമായിട്ട് കൂടിച്ച് കലർന്നുകൊണ്ട് അതേ രൂപത്തിൽ കഴിഞ്ഞുകൊണ്ട് അവിടുന്ന് അടുത്തതിലോട്ട് കടക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ അതിന്റെ രൂപം സ്വീകരിച്ചിട്ട് അതിന്റെ രൂപത്തോട് ആ രീതിയിൽ അങ്ങനെ സ്വന്തം അതാത് ആവരണങ്ങളിലൂടെ അതാത് സൂക്ഷ്മ രൂപം ധരിച്ചുകൊണ്ട് തന്നെ കടന്ന് ആ സൂക്ഷ്മ ശരീരത്തോടു കൂടി അതിന്റെ ആ ഒരു അനുഭവത്തെയൊക്കെ അറിഞ്ഞിട്ട് ആനന്ദിച്ച് പിന്നീട് എന്ത് ചെയ്യുന്നു? തേ പദം അനാവൃതം, ആ
പദത്തില് ആ ഭഗവാന്റെ ഒരാഭരണവുമില്ലാതെ, അനാവൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാഭരണവുമില്ലാത്ത ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു. ആ രൂപത്തെ ആ ഭഗവാനിലേക്ക് അങ്ങ് ചേരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടം തുളച്ച് പുറത്ത് കടക്കാൻ പ്രാപ്തി ഉണ്ടെങ്കില് ആ യോഗിക്ക് ആ സൂക്ഷ്മ ശരീരത്തെ ഏത് രൂപത്തിലൂടെ വേണമെങ്കിലും കടത്തിക്കൊണ്ടുപോകാം എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പിന്നെ ഇപ്പൊ ഭൂമിയിൽ കൂടെ പോകുമ്പോ ഭൂമിയുടെ സൂക്ഷ്മ ശരീരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതേ രൂപം സ്വീകരിച്ചുകൊണ്ട് അടുത്തത് അപ്പുറത്തൂടെ കടക്കാം. അപ്പൊ അതിന്റെ അറ്റത്ത് വരുന്നത് അടുത്ത തീയാണെന്നുണ്ടെങ്കിൽ ആ തീയുടെ രൂപത്തിൽ കൂടി അതിന്റെ സൂക്ഷ്മ ശരീരത്തെ ആവാഹിച്ചുകൊണ്ട് തന്റെ ആ സൂക്ഷ്മ ശരീരത്തെ അതിനോട് ചേർത്തുകൊണ്ട് തനിക്ക് അപ്പുറത്ത് അതിർത്തുകൾ കടക്കാം. അങ്ങനെ ഈ 7 ആവരണവും കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്? ഒരു ആവരണവും ഇല്ലാത്ത ആ പരബ്രഹ്മത്തെ കാണാൻ പറ്റും. ആ ബ്രഹ്മത്തിലോട്ട് ചേരാൻ സാധിക്കും. ശ്ലോകം 15. അർച്ചിരാദിഗതിമീദൃശൻ വ്രജൻ വിച്ഛുദിന്ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. അർച്ചിരാദിഗതിം ഈദൃശൻ വ്രജൻ വിച്ഛുതീം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തം അനിലേശ പാഹി മാം. ഈദൃശിം ഈ വിധത്തില് മോക്ഷം പ്രാപിക്കുന്നത് പ്രാപിക്കുന്ന ആ യോഗി അർച്ചിരാദിഗതിം വ്രജൻ ആ അഗ്നി ഏത് വിധത്തിലാ പറയുന്നത് ഇങ്ങനെ ഈ അർച്ചിരാദിഗതി ഈ സൂര്യൻ ഭൂമി വായു അങ്ങനെയുള്ള ആ ഒരു മാർഗത്തിലൂടെ മുക്തിയെ നേടുന്ന ആ യോഗി വിച്യുതിം ന ഭജതേ പിന്നെ ഒരു ജനിമരണങ്ങളൊന്നും സംഭവിക്കുന്നതേ ഇല്ല. പുനരാവർത്തിയെ സംഭവിക്കുന്നില്ല. അതാണ് പറയുന്നത്. അങ്ങനെ ഹേ സച്ചിദാത്മക അനിലേശ, അല്ലയോ ഭഗവാനെ, ഭവത് ഗുണോദയാൻ ഉച്ചരന്തം, അങ്ങയുടെ ഗുണമഹിമകളെ ഇത്രമാത്രമൊക്കെ ഞാൻ അറിഞ്ഞ് പറയുന്നു എങ്കിൽ, കാരണം ഇപ്പൊ ഒരു യഥാർത്ഥ ഭക്തൻ എങ്ങനെയാണെന്നും ആ മുക്തി എങ്ങനെ പ്രാപിക്കാമെന്നും ആ ഭഗവാനിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ ഇത്രയൊക്കെ ഞാൻ വിശദമാക്കി പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നുണ്ട് അല്ലെ? അങ്ങനെയൊക്കെ പറയുന്ന എന്നെ എന്താണ് രക്ഷിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതുവരെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു വന്ന അതാണ് പറയുന്നത്. പിന്നീട് പോകെ 15 ശ്ലോകം ആയപ്പോഴത്തേക്ക് മേൽപ്പത്തൂർ എന്ത് ചെയ്തു? ഒരു യഥാർത്ഥ യോഗി ചെയ്യേണ്ട, കാരണം അത്രയൊന്നും എത്താൻ എനിക്ക് പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ആയിരിക്കണം ഒരു ഭക്തൻ എന്ന് ബാക്കിയുള്ളവർക്ക് യഥാർത്ഥ ഭക്തിയിലോട്ടും തന്നെയും മനസ്സിലാക്കി. അപ്പൊ ആ പടി അത്രയും കടക്കണമെന്നുണ്ടെങ്കിൽ തനിക്ക് അതിനുള്ള പ്രാപ്തിയില്ല. അതിനുള്ള പ്രാപ്തി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയെങ്കിലും ശരീരത്തിനും മനസ്സിനുമുള്ള ആ ഒരു ആരോഗ്യം ഉണ്ടാകണം. ആ ആരോഗ്യത്തെ എനിക്ക് തരയണമേ എന്നാണ് മേൽപ്പത്തൂർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എനിക്കിതെല്ലാം അറിയാം, എനിക്കിതെല്ലാം ചെയ്യാനും അറിയാം. പക്ഷേ എനിക്കതിന് സമയമായിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ആ ഒരു വിളി അങ്ങനെ ചെയ്യാനുള്ള ആ ഒരു തോന്നിപ്പിക്കും. എനിക്കിപ്പോൾ അതിനുള്ള യാതൊരു തരത്തിലുള്ള ആരോഗ്യമോ മനസ്സിനുള്ള ആ ഒരു ഒരു സുഖമോ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യം, എൻ്റെ ആരോഗ്യത്തെ ഒന്ന് മെച്ചപ്പെടുത്തി തന്നാലും ഇത്രയൊക്കെ ഞാൻ അങ്ങയെക്കുറിച്ച് പറയുന്നില്ലേ, അങ്ങയെക്കുറിച്ച് അത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ലേ, അത്രയും ഉൾക്കൊള്ളുന്നില്ലേ, അപ്പൊ എന്നെ കൂടെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ദശകം മേൽപ്പത്തൂർ ഇവിടെ അവസാനിപ്പിക്കുന്നു.